പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം 118 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇവിടെ നോക്കൂ, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദാവീദിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, അപ്പനും അമ്മയും ഉപേക്ഷിച്ചെങ്കിലും യഹോവ കാത്തുകൊണ്ടു. ഹല്ലേലൂയ. നമ്മെ ചേർത്തു പിടിക്കുന്ന നല്ല ഒരു പിതാവ് യഹോവ മാത്രമാണ്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. പലപ്പോഴും മാതാപിതാക്കൾ നമ്മെ ഉപേക്ഷിക്കുവാനിടയായിത്തീരും, സഹോദരങ്ങൾ നമ്മെ ഉപേക്ഷിക്കുവാനിടയായിത്തീരും. പലപ്പോഴും തള്ളിപ്പറയുന്ന അവസ്ഥകളെ, നമ്മെ മാറ്റി നിർത്തുന്ന അവസ്ഥകളെ, നമ്മളുടെ ഹല്ലേലൂയ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇഷ്ടപ്പെടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴും ഏതു നേരത്ത് നമ്മെ ചേർത്തു പിടിക്കുന്നത് നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും. ഹല്ലേലൂയ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് പേടിക്കുവാനില്ല. മനുഷ്യരെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിൽ കൂടിയവരെ കുറഞ്ഞവരെ നമുക്ക് പേടിക്കേണ്ട. യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പലപ്പോഴും നമ്മെ തള്ളിക്കളയുന്ന അവസ്ഥകൾ, അത് പറയാൻ കാരണമുണ്ട്. ദാവീദിന്റെ ഹല്ലേലൂയ അപ്പൻ ഇശ്ശായി തൻ്റെ ശമൂവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി വന്നപ്പോൾ ഹല്ലേലൂയ തൻ്റെ മക്കളെ എല്ലാവരെയും നിർത്തി, 7 പുത്രന്മാരെ നിരനിരയായി നിർത്തി. എന്നിട്ട് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇനിയും നിനക്ക് ആ പുത്രന്മാരുണ്ടോ, മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുവനുണ്ട്, അവൻ ആടിനെ മേയ്ക്കുവാൻ കാട്ടിലാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് പഠിത്തവും നമുക്ക് സൗന്ദര്യവും ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നമ്മെ മാറ്റി നിർത്തിയ അവസ്ഥകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് പേടിക്കുവാനൊന്നുമില്ല. നോക്കൂ, ഹല്ലേലൂയ, കാട്ടിൽ നിന്ന് അവനെ ദാവീദിനെ വിളിച്ചു വരുത്തുമ്പോൾ അവരെ ഭക്ഷണത്തിനിരിക്കാതെ, അതായത് അഭിഷേകം ചെയ്യാതെ ഇരുന്നു. ശമൂവേൽ പ്രവാചകൻ നോക്കിയിരുന്നു. യഹോവ നോക്കുന്നത് എന്താ? ഒരു മനുഷ്യന്റെ മുഖമോ പൊക്കമോ ഒന്നുമല്ല നോക്കുന്നത്, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. 40 സങ്കീർത്തനം 4 പറയുന്നുണ്ട്, യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നോക്കൂ, യഹോവയിൽ ആശ്രയമാക്കിക്കൊള്ളുമ്പോൾ ഹല്ലേലൂയ നമുക്കിഷ്ടമില്ലാത്ത, ദൈവഹിതമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെ ഹല്ലേലൂയ അതിൻ്റെ ഹല്ലേലൂയ ആ പക്ഷം പിടിച്ചിരിക്കുന്ന ജീവിതങ്ങളോട് നാം ചേർത്ത് പിടിക്കുവാനല്ല, അവരെ തിരിച്ചു കൊണ്ടുവരണം. അവരെ യഹോവയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ അതായത് ഉപയോഗപ്രദമായി തീരണം. ആ മാർഗത്തിലേക്ക് നമ്മൾ ആയിത്തീരല്ലേ. അവരെ നമ്മളെ ദൈവപക്ഷത്തേക്ക് കൊണ്ടുവരണം. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞു, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന്. ഹല്ലേലൂയ. അപ്പൻ നമ്മെ നോക്കുന്നുണ്ട്. ദാവീദിനെ നോക്കി. ഹല്ലേലൂയ. നല്ലൊരു പിതാവ് ദാവീദിന്റെ ഹൃദയം അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ദാവീദിനെ കൊണ്ടുവന്ന് പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമള രൂപിയുമായിരുന്നു എന്ന്. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യാ, ഇവൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതായത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത്. ഹല്ലേലൂയ. നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മെ കാണുന്നത്, നമ്മെ മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവാണ്. മനുഷ്യർ നോക്കുമ്പോൾ ഹല്ലേലൂയ പ്രൗഢിയും കാര്യങ്ങളൊക്കെ നോക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. സങ്കീർത്തനം 34:8 പറയുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നാം യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ പരിപാലിക്കും, വേണ്ടുന്ന ഇടത്ത് നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. അതായത്
തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തില് കർത്താവ് നമ്മെ എടുത്തുപയോഗിപ്പാൻ ഇടയായി തീരും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. പിന്നീടായിരിക്കും അവർ വിചാരിക്കുന്നത്, ദൈവമേ, ഞാൻ ഇവനെ മാറ്റി നിർത്തിയതായിരുന്നല്ലോ, ഇവനെ തള്ളിക്കളഞ്ഞതായിരുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശു അപ്പച്ചൻ നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ഹല്ലേലൂയ. ആ രുചിച്ചറിഞ്ഞ മക്കളെ കർത്താവ് എവിടെയും ഏത് സ്ഥാനത്തും എടുത്തു ഉപയോഗിക്കുക. ഹല്ലേലൂയ. 62 സങ്കീർത്തനം 8 വാക്യത്തിൽ പറയുന്നുണ്ട്, ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവീൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഏതു നേരത്തും ആപത്തനർത്ഥങ്ങൾ വരുമ്പോൾ, പരിഹാസങ്ങൾ നേരിടുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, എപ്പോഴും നമ്മള് ഏത് സമയത്തും യഹോവയിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം യഹോവയിൽ പകരുവിൻ. മനുഷ്യരുടെ മുമ്പിൽ അല്ല കർത്താവ് ദൈവമക്കളെ നമ്മുടെ ഹൃദയം പകരേണ്ടത്, യഹോവയുടെ മുമ്പിലാണ് നമ്മുടെ ഹൃദയം പകരേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചനിലേക്ക്, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങൾ വെക്കുമ്പോൾ അവിടെ മറുപടി നൽകും. ഹന്ന നോക്കു, ഹല്ലേലൂയ, യഹോവയെങ്കിലേക്ക് പകരുകയാണ് ചെയ്തത്. പകർന്നപ്പോഴാണ് അവിടെ ഏലി പുരോഹിതനെ പോലും മനസ്സിലായില്ല ഇവൾ എന്തിനാണ് കരയുന്നത് എന്ന്. ഹല്ലേലൂയ. യേശുപ്പച്ചൻ നമ്മുടെ ചുണ്ടനങ്ങുന്നത് പോലും മനസ്സിലാക്കി അവിടുന്ന് മറുപടി നൽകി തരും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിലെ വിഷയമാകട്ടെ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകളുടെ വിഷയമാകട്ടെ, അതിന്മേ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. 146 സങ്കീർത്തനം 3 പറയുന്നുണ്ട്, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ മനുഷ്യരിലോ നമുക്ക് സഹായം കിട്ടുമെന്ന് പലരിലും നമ്മൾ വിചാരിക്കും, അവരെന്നെ സഹായിക്കും. അല്ല പ്രിയ മക്കളെ, നമ്മൾ ചെന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ മറുപടി ലഭിക്കുന്നത്. ഇപ്പോഴാണോ വരുന്നത്, ഞാൻ ഇന്നലെയാണ് അവർക്ക് വേണ്ടി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തും. നമുക്ക് അവരിൽ നിന്ന് ഒരു സഹായവും ലഭിക്കത്തില്ല. പ്രിയമക്കളെ, സഹായം തരുന്ന ആ യഹോവയെങ്കിലേക്ക് നമ്മളെ കണ്ണുകളൊന്ന് ഉയർത്തുകയാണെങ്കിൽ അവിടെ നിന്ന് അത്ഭുതം കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് എന്താ ഏത് നേരത്തും യഹോവയിലാണ് ആശ്രയം വെച്ചിരുന്നത്. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും ഹൃദയം കർത്താവിലേക്ക് പകരുവാൻ, ഹല്ലേലൂയ, അവൻ സമയം കണ്ടെത്തിയിരുന്നു. കാട്ടിലായിരുന്നപ്പോഴും, ഹല്ലേലൂയ, വന്യമൃഗങ്ങളൊക്കെ തന്റെ ആടുകളെ, ഹല്ലേലൂയ, അറ്റാക്ക് ചെയ്യാൻ കടന്നു വന്നപ്പോഴും യഹോവയിൽ ആശ്രയം വെച്ച് അതിന്മേൽ, ഹല്ലേലൂയ, അത്ഭുതം കാണുവാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, യഹോവയെങ്കിൽ നമ്മുടെ ആശ്രയം വെക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീരും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7 പറയുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്ന മക്കളാണ്, ഹല്ലേലൂയ, ഭാഗ്യവാന്മാരായിത്തീരുന്നത്. പ്രിയ മക്കളെ, നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ പലരും, ഹല്ലേലൂയ, പല ഭാഗ്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നു നമ്മൾ പറയും. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്ന മക്കൾ കടന്നു പോകുന്ന ആ അനുഭവിക്കുന്ന ഭാഗ്യാവസ്ഥ മറ്റുള്ളവർക്ക് ലഭിക്കത്തില്ല. പ്രിയ മക്കളെ, ഏതു നേരത്തും സന്തോഷവേളയിലും ദുഃഖവേളയിലും എല്ലാം നമുക്ക് സന്തോഷം തന്നെ പകർന്നു തരുന്ന, സമാധാനം തരുന്ന ആ നല്ലൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾ തള്ളിക്കളയും. പ്രിയ മക്കളെ, നോക്കൂ, ദാവീദിനെ മാറ്റി നിർത്തി, തൻ്റെ അപ്പനും അമ്മയെന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നമുക്ക് വിശ്വാസത്തോടെ മുന്നേറാം. യഹോവയിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം തള്ളിക്കളയുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും ഹല്ലേലൂയ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മെ ഉപേക്ഷിക്കാത്ത മനുഷ്യരെല്ലാം ഉപേക്ഷിക്കും. പല സന്ദർഭങ്ങളിൽ നമ്മളെ മാറ്റി നിർത്തും, തള്ളിക്കളയും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇവർ നമ്മെ സഹായിക്കുന്ന. അല്ല പ്രിയ മക്കളെ, ഇവിടെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിക്കണം. മനുഷ്യരിൽ നിങ്ങൾ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, നിങ്ങൾ യഹോവയിൽ തന്നെ ആശ്രയിക്കണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ യഹോവയിൽ ആശ്രയം വെച്ച് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. ആ രുചിച്ചറിഞ്ഞ കർത്താവിനെ നാം അനുഭവിച്ചറിയുമ്പോഴാണ് യഹോവയിലുള്ള ആശ്രയം നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് യഹോവയിൽ തന്നെ ആശ്രയം വെക്കാം. ദൈവസന്നി നമ്മുടെ ഹൃദയം പകരാം. കർത്താവിനോട് നമുക്ക്, ഹല്ലേലൂയ, ഓരോ കാര്യങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകി തരും. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കുക. ഏത് വിഷയത്തിൽ
എന്തിന്മേൽ ഹല്ലേലൂയ ആശ്രയം വെച്ചിരിക്കുന്നു, എൻ്റെ അപ്പ അങ്ങയിൽ ആശ്രയം വെക്കുമ്പോൾ അതിന്മേൽ പ്രവർത്തിക്കും. ദിവസങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ മക്കൾക്കും അനുഭവിപ്പാൻ, എൻ്റെ അപ്പനിൽ ആശ്രയിച്ചതിന്റെ ഫലമായി എനിക്ക് മറുപടി കിട്ടിയെന്ന് പറയുവാൻ ഓരോ മക്കളെയും ഇടയാക്കണം. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.